ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൺഡേ വ്ളോഗുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊന്ന് പോയ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല, ഇന്ന് എൻ്റെ ഫാമിലി ഉണ്ട്. എൻ്റെ ഡാഡിയും മമ്മയും എൻ്റെ അനിയത്തിയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോയത്. ഇന്ന് ഞങ്ങൾ പോകുന്നത് തൃശ്ശൂർ ടു കൊടുങ്ങല്ലൂർ റൂട്ടാണ്. അപ്പോൾ ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ റൂട്ടുകൾ ആരെങ്കിലും ഈ സ്ഥലങ്ങളൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പോകുന്ന വഴി ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. നേരെ പോയത് പള്ളിയിലേക്കാണ്. പള്ളിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മാമ്മേനെ അടക്കിയ കല്ലറയിലേക്കാണ്. അവിടെ ചെന്ന് ഞങ്ങൾ അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് മമ്മിയുടെ ബ്രദറിൻ്റെ വീട്ടിലേക്കാണ്. ഇതാണ് വീട്. അവിടെ ഞങ്ങളുടെ കസിൻസൊക്കെ ഉണ്ട്, എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് ഉണ്ടൊക്കെ, ചെറിയ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഭയങ്കര ബിസിയായി, സംസാരം, ഭക്ഷണം കഴിക്കലായി, കാര്യങ്ങൾ പറച്ചിലായി. അങ്ങനെ വീഡിയോ എടുത്ത് ചെന്ന് തുടങ്ങിയപ്പോഴേക്കും എല്ലാവരും പരക്കം വെച്ചിലായി. ഒരാളും വീഡിയോയുടെ ഫ്രണ്ടിൽ നിൽക്കണില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, തമ്മിൽ സംസാരിക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ മമ്മിയുടെ ബ്രദർ, എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കുറച്ച് നല്ല സ്ഥലങ്ങൾ കാണിച്ചു തരാം, എന്തായാലും ഒന്ന് വീഡിയോ എടുക്കില്ലേ, ഇതും കൂടി ഇട്ടേക്ക്. അങ്ങനെ ഞങ്ങൾ പോയത് ചീപ്പഞ്ചിറ പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അടിപൊളി വൈബാ. തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞ പൊളി അട്ടടാവേ, ഒന്ന് പോയി തന്നെ കാണണം. അടിപൊളി സ്ഥലത്തേക്ക്. അവിടെ ചെന്നപ്പോൾ ഉണ്ട് ആ ചേട്ടൻ വലയെറിയാൻ നിൽക്കാൻ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് വീഡിയോ എടുത്തോട്ടെ. അടിപൊളിയായിട്ട് ആൾ വല വീശി. എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ചുറ്റും ഈ നേച്ചർ കാണുമ്പോൾ തന്നെ എന്ത് രസം. എന്തായാലും ഉച്ചയായതുകൊണ്ട് വിഷമിക്കേണ്ടി വന്നില്ല. മീനൊന്നും കിട്ടില്ല കേട്ടോ മോളെ എന്ന് പറഞ്ഞ ചേട്ടനായാലും 2 മീൻ കിട്ടി. ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഈ കാഴ്ച ആസ്വദിക്കാൻ ഞങ്ങളുടെ കൂടെ ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. ആരാന്നറിയില്ല, എന്നാലും രസമല്ലേ. ഞങ്ങൾ അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി. ഇതിൻ്റെ തന്നെ വേറൊരു ഭാഗമായിട്ട് പോകുന്ന വഴിയിലത്തെ അടുത്ത സീനാട്ടോ. അടിപൊളി വൈബുള്ള സ്ഥലമാണ്. കണ്ടോ എന്ത് ഭംഗിയല്ലേ. നമ്മൾ പൊതുവെ ആലപ്പുഴ, കുട്ടനാടൊക്കെ പറയുമ്പോൾ ഇത്രയും ഭംഗി നമുക്ക് കാണാൻ പറ്റുക. ഇങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോഴൊക്കെ ഇങ്ങനെ സ്ഥലങ്ങളുണ്ടെന്ന് ഞാനിപ്പോഴാണേ കാണണേ. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ട് 2 ചേട്ടന്മാരെ മീൻ പിടിക്കാൻ നിൽക്കുന്നു. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു, നീ ആ ഫോണും കൂടെ കട്ടിയേ, ഞാൻ പോയിട്ട് അവരോടൊന്ന് സംസാരിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് വരാം. അങ്ങനെ പോയ പോക്കാണ് ഈ പോക്ക്. എന്തായാലും പൊളിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് അവരെ കണ്ട് അവരോട് സംസാരിച്ചു. അവരുടെ പേരെന്താണ്, അവരെന്താ ചെയ്യുന്നത്, ഇതാണോ അവർ സ്ഥിരമായിട്ട് പ്രൊഫഷൻ എന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച്. അപ്പോൾ അല്ല, അവരെല്ലാവരും പെയിൻറ്റ് പണിക്കാരാണ്. അവർ സമയം കിട്ടുന്ന സമയത്ത് ഫ്രീ ആയിട്ട് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇതിന് തന്നെ അവർ നല്ലോണം കഷ്ടപ്പെട്ട് ക്ഷമയോടെയാണ് കാത്തിരിക്കുന്നത് ഒരു മീൻ കിട്ടാൻ വേണ്ടിയിട്ട്. എങ്ങനെയല്ലേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്? അപാരം തന്നെ. എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. എന്തായാലും ആ ചേട്ടന്മാരെ പിടിച്ചിട്ട് ഒരു 5-6 മീനുകൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അവർ വന്നിരുന്നിട്ട് കുറേ നേരമായി എന്നാണ് പറയുന്നത്. സത്യമായിട്ടോ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരെ നമിച്ചു എന്ന് പറയണല്ലോ. അപ്പോൾ ഞാൻ കണ്ടു, അതിൽ ആ ചേട്ടൻ കാണിച്ചു തരുന്നുണ്ട്. പറഞ്ഞപ്പോൾ തന്നെ അവർ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അവർ ആ മീൻ പിടിച്ചതൊക്കെ കാണിച്ചു. കണ്ടോ കുഞ്ഞു കുഞ്ഞു മീനുകൾ, എന്ത് രസമാണ്. എന്നാലും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഒരെണ്ണെങ്കിൽ പിടിച്ചാൽ പോലും നമുക്ക് എന്ത് സന്തോഷമാണല്ലേ. ഓക്കെ, അപ്പം ഞങ്ങളതൊക്കെ കണ്ട് അവരോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ച് അവരുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച്. അവർ ഈ നാട്ടുകാർ തന്നെയാണ്, അവിടെ അടുത്ത് താമസിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് അവിടുത്തെ പറ്റി കുറച്ചും കൂടി നന്നായിട്ട് അറിയാം. അവിടുന്ന് ഞങ്ങൾ നേരെ കുറച്ചും കൂടി സ്ഥലം പോയി കാണുന്നത് ഇപ്പോൾ ഈ കാണുന്നത് ഈ ചീപ്പുംചിറയുടെ തന്നെ ഒരു ഭാഗമായിട്ടാണ്. അവിടെയും ഒരു ചേട്ടൻ മീൻ പിടിക്കാൻ നിൽക്കുകയാണ്. ആ വെള്ളത്തിൽ നിൽക്കണ ആ ചേട്ടനെ എത്ര നേരമായി നിൽക്കുന്നു, എങ്ങനെയല്ലേ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ നിൽക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നൊരു പെട്ടെന്നൊരു മിന്നായം പോലെ പോയത് നമ്മുടെ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റൂട്ടിലുള്ള മെയിൻ പുതിയ ബ്രിഡ്ജാണ്. അതാണ് നമ്മൾ കണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത് മീൻ പിടിക്കാനുള്ള കൂടാണ്. ഇതിലാണ് നമ്മൾ മീൻ പിടിക്കുക ഒക്കെ ചെയ്യുക. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എൻ്റെ വീഡിയോ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.